എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കായിട്ട് ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാള് ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ 5 കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്കറ്റ് സ്റ്റേഷനില്. അവര് ഇറങ്ങി ആവട്ടെ തിരക്കാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് പണമുണ്ട്. തിരുവനന്തപുരത്ത് കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം. എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവര് ഈ വർഷത്തെ SLC പരീക്ഷ പോലും എന്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുകൊണ്ടൊന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്നും പറഞ്ഞു. വാഴിക്കൊണ്ടൊന്ന് ഒഴിച്ച് തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിൽ ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണാം, ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ, ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടി. ഞാൻ പൊതുക്കി വെച്ച് ഞാൻ എന്റെ പെമ്മക്കളെ കൊണ്ട് നടക്കി. ടെറസ് വീടാണ് മോളെ, അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവര് കടന്ന് വിളിച്ച് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേനും ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭാവി ചെയ്ത് തുടങ്ങുന്നത്? സ്വന്തം മക്കളെ ശാരീരികമായി ലൈംഗിക ചൂഷണം നടത്തുന്നതിലൂടെ മാനഹാനിയും കൂടെ ആ മക്കൾക്ക് നേരിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ആ കുട്ടികളുടെ അച്ഛനെതിരെ പോക്സോ കേസ് എടുക്കേണ്ടതല്ലേ. ലഹരിയുടെയും സെക്സിന്റെ അതിപ്രസരം മൂലമായിരിക്കും ഇപ്പോഴത്തെ അച്ഛന്മാരെല്ലാം ഇങ്ങനെ തുടങ്ങുന്നത്. നല്ല അച്ഛന്മാർക്കും കൂടെ ഇങ്ങനത്തെ അച്ഛന്മാർ ചീത്തപ്പേരുണ്ടാക്കുകയില്ലേ. സ്വന്തം മകളുടെ ഘാതകനെ വധിച്ച ഈയിടെ അന്തരിച്ച ശങ്കരനാരായണൻ എന്ന മാതൃകാ അച്ഛനെ നമ്മളാരും മറക്കാനിടയില്ല അല്ലേ. ഒരു കൊലപാതകം ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയധികം ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി. അതാണ് മരണപ്പെട്ട കൃഷ്ണപ്രിയയുടെ അച്ഛനായ ശങ്കരനാരായണൻ എന്ന അച്ഛൻ. ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരിക്കലും നല്ലതല്ല, പക്ഷേ അതും ഒരു അച്ഛനായിരുന്നു. അങ്ങനത്തെ ഒരു അച്ഛനുള്ള സ്ഥലത്താണ് ഇങ്ങനെ കാമേറിയനായൊരു അച്ഛൻ. പിതാ രക്ഷതി കൗമാരെ ഭർത്തൃ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെന്നല്ലേ. പിതാവിൻ്റെ സംരക്ഷണം പുത്രികൾക്ക് ലഭിക്കുന്ന കൗമാരപ്രായത്തിലാണ്. ഇവിടെ നേരെ മറിച്ചാണ്. ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ ചേച്ചിയുടെ മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ കൈ കൊണ്ട് രക്ഷിക്കപ്പെടേണ്ട സമയത്ത് ശിക്ഷിക്കപ്പെടേണ്ട അവസ്ഥയില്ലേ. ഇപ്പൊ 10ല് SLC പരീക്ഷ എഴുതിയിട്ട് ഞാൻ അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വിളിച്ചു. ഈ പിള്ളേർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. സ്കൂൾ അധികൃതർ എന്തുകൊണ്ട് ഈ പിള്ളേരെ കണക്കിലെടുത്തില്ല? കൊലപാതക കേസിൽ ജുവനൈൽ ഹോമിലുള്ള കുട്ടികൾക്ക് പോലും SLC എഴുതാൻ സാധിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ഈ മക്കൾക്ക് SLC എഴുതാൻ സാധിച്ചില്ല. ഈ മക്കൾക്കും സംരക്ഷണം ഒരുക്കി 10ാം ക്ലാസ് പരീക്ഷ എഴുതിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം സ്കൂൾ അധികാരികൾക്കുണ്ടായിരുന്നതല്ലേ. എന്തുകൊണ്ട് അവർ മുൻകൈ എടുത്തില്ല? എന്തുകൊണ്ട് പാവങ്ങൾക്ക് നീതി ലഭിക്കാൻ വിമുഖത എന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം കൂട്ടുകാരിയെ നായ്ക്കുരണപ്പൂട്ടി ഉപയോഗിച്ച് ആക്രമിച്ച ക്രിമിനൽ ബുദ്ധിയുള്ള ആ പെൺകുട്ടികളും പരീക്ഷ എഴുതിയില്ലേ. എന്തുകൊണ്ട് ഈ മക്കൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല? നിഷ്കളങ്കരായവർക്ക് ഇവിടെ ഒരു സംരക്ഷണവുമില്ലേ? ആ നാട്ടിൽ ജനപ്രതിനിധികളില്ലേ? പാവം ആ കുട്ടികളും മറ്റുള്ള കുട്ടികളെ പോലെ എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചു കാണും ഈ SLC എഴുതണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി. ബാലാവകാശ കമ്മീഷൻ ഈ മക്കളുടെ കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കിയാൽ നന്നായിരുന്നു. സ്കൂളുകളിൽ ശക്തമായ കൗൺസിലിങ്ങുകൾ നിർബന്ധമാക്കുക കുട്ടികൾക്ക്. അതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കൂല. അന്ന് എന്നെ എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേനും എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോകും. മൂത്ത കുട്ടിയുടെ കാലിൽ എന്തോ ആയുധം വെച്ച് മുറിച്ചിട്ട് കുറെ നാള് കാലൊക്കെ പഴുത്ത് ആ കുട്ടിക്ക് സ്കൂളിലും പോകാൻ കഴിയായിരുന്നു. ഇളയ കുട്ടിയെ അച്ഛൻ ഉന്തിയിട്ട് അതിൻ്റെ തല പൊട്ടി കാലും പൊട്ടി. ആ കുട്ടികളെ മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ചു. ആ കുട്ടികളുടെ അച്ഛനെതിരെ ഗാർഹിക പീഡനത്തിനും കേസെടുക്കണ്ടല്ലേ. മുട്ടി ഒരുമിക്കൊണ്ട് പോയ എൻ്റെ മക്കളെ കണ്ടാ മിണ്ടൂല. നീ എൻ്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് നീ 10 പൈസ നീ തരണ്ട. 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ, 1 രൂപ പോലും എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണം എനിക്കറിയാമോ, തിരുവോണത്തിന് എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. ഏത് നിമിഷം എൻ്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാവും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്കും മാതാവിനും 10 പൈസ ചെലവിന് കൊടുക്കാതെ പിതാവ് എന്നവകാശപ്പെടുന്ന ആ നീചൻ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട
അവകാശ സംരക്ഷണ ലംഘനം കൂടെയല്ലേ നടത്തിയിരിക്കുന്നത്? ഞാനിനി പറയാൻ ലോകത്ത് ആളില്ല. തിരുവനന്തപുരത്ത് വനിതാ സെല്ലിൽ മാത്രമേ ഞാൻ പോകാതുള്ളൂ. ബാക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മൊത്തവും പോയിട്ടുണ്ട്. ആർക്കും ഒരു മനസ്സാക്ഷി ഇല്ലല്ലോ. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങളും കൂടെ ഇവരുടെ ഈ അവസ്ഥയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കാൻ കുറച്ചും കൂടി ഉത്സാഹം ഉണ്ടാകുമായിരുന്നേനെ. എന്തായാലും ഈ മക്കളുടെയും അമ്മയുടെയൊക്കെ ദുരവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച അമ്മയ്ക്ക് അനുഷിക്കും ബിഗ് സലൂട്ട്.